മുത്തശ്ശിക്കൊപ്പം എഴുന്നേറ്റ് ദേവിയെ തൊഴുത ശേഷം നേരെ പോകുന്നത് കുളക്കടവിലേക്കാണ്. ഇനി കുറച്ചുനേരം ഉമ്മുക്കരിയുമായുള്ള മൽപ്പിടുത്തമാണ്. കൂടെ കുറച്ച് ദിവാസ്വപ്നങ്ങളും. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ആ തണുത്ത വെള്ളം മുഖത്ത് വീഴുന്നതിന്റെ ആ മാന്ത്രികതയിൽ അങ്ങനെ ലയിച്ചു നിൽക്കും. അതിനുശേഷം കാപ്പിയും പലഹാരവും കഴിഞ്ഞ് പിന്നീട് പോകുന്നതാകട്ടെ വാക്കുകളുടെ മാന്ത്രിക ലോകത്തേക്കാണ്. അവിടെ അങ്ങനെ ആ വാക്കുകൾ തീർക്കുന്ന മായാലോകത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന് പിന്നീട് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു വികാരത്തെ എത്രയൊക്കെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാലും മതി വരില്ല. അതിനുശേഷം ഏതൊക്കെയോ കഥാപാത്രങ്ങളെ കൂടെ കൂട്ടി ഏതൊക്കെയോ കഥാപാത്രങ്ങളായി പിന്നീട് അങ്ങനെ നടപ്പാണ്. ആ ക്ഷീണം തീർക്കാൻ പിന്നീടൊന്ന് മുറുക്കുക കൂടി ചെയ്താൽ ഉഷാറായി കാര്യങ്ങൾ. തൊടിയിൽ ചുറ്റിക്കറങ്ങാൻ പോയ വകയിൽ ആരോടും ചോദിക്കാതെയും പറയാതെയും എൻ്റെ ഒപ്പം കൂടെ കൂട്ടിയ പഴങ്ങളെ ഭദ്രമായി കൂടയിൽ വെച്ചതിനു ശേഷം വെയിലുമായി ചങ്ങാത്തം കൂടാൻ കിടന്ന അരിമണികളുമായി ഞാൻ ചങ്ങാത്തം കൂടാൻ ചെന്നതോടെ എൻ്റെ വൈകുന്നേരത്തെ പണികളും കഴിഞ്ഞു. ഇനി ഉറക്കം പിടിക്കുന്നതുവരെ മറ്റൊരു മാന്ത്രിക ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള തിടുക്കത്തിലാണ് ഞാൻ.